നമസ്കാരം, ദിനേശാണ്. ഫാമി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിലെ മായന്നൂരിലാണ്. മായന്നൂരിലെ സുഭാഷേട്ടന്റെ ഫാമില് കുറച്ചധികം നാടൻ കോഴികളെ വളർത്തുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ പൂർണ്ണമായും നാടൻ കോഴികളുടെ സവിശേഷതയും നാടൻ കോഴികളിൽ നിന്നുള്ള വരുമാനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. സുഭാഷേട്ടനെ ഏറെ സന്തോഷത്തോടു കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഏറ്റവും മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോഴി വളർത്തുന്നത് നമ്മള് ഇവിടെ ഓൾറെഡി നമ്മളിവിടെ ഈ പശു ഫാമായിട്ട് ഇങ്ങനെ തിരിയാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി ചാണകം പൊടിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ഈ കോഴികൾ ഉണ്ടെന്നുണ്ട് വെച്ചാൽ നമ്മൾ ആദ്യം 10-30 കോഴീനെ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ ചെനക്കിട്ട് തിന്നണ, അതിന് തന്നെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് തിന്നണ ഒരു രീതി ഉണ്ടായിരുന്നത്. സാധനം കോഴി ചെനക്കി കഴിഞ്ഞാൽ നല്ലോണം പൊടിയാവും ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ച് കോഴി കൂടുതലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചാണകം പൊടിക്കണ പണിക്കൂലി നമുക്കൊണ്ട് ഒഴിവായി കിട്ടും. അത് നല്ലൊരു കൂലിച്ചെലവാണ് ശരിക്കും. ചാണകം പൊടിക്കാൻ വേണ്ടിയുള്ള നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള മുട്ടയും കിട്ടല്ലോ. കോഴിമുട്ട നല്ല നാടൻ കോഴിമുട്ട കിട്ടല്ലോ. പിന്നെ അതിന് നല്ല ആവശ്യക്കാരും ഉണ്ട്. അതൊരു പുതിയൊരു ചിന്തയാണ് കേട്ടോ. സാധാരണ പശു വളർത്തന്റെ ഒപ്പം കോഴി വളർത്തി എങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് എന്നുള്ളത്. സാധാരണ പശു ഫാമുകളിൽ കോഴീനെ വളരെ കുറവാണ് കണ്ടുവരാറുള്ളത്. കോഴീനെ അങ്ങനെ ഫുൾ ടൈം വിട്ടാക്കാറില്ല. നമ്മള് ഒരു മണിക്കൂർ നേരൊക്കെയാണ് വിടുള്ളൂ. പുറത്തേക്കുള്ള ഈ കൂടിനകത്താണ് കൂടുതല്, പുറത്തേക്ക് വളരെ കുറവാണ്. അതെ അതെ, അല്ല കുറച്ചെണ്ണത്തിനെ നമ്മള് ഫുൾ ടൈം വിട്ടാക്കും. നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അടച്ചുറപ്പുള്ള കോമ്പൗണ്ട് ആണല്ലോ, ഒന്നും പോയില്ലല്ലോ. ഇല്ല. നമ്മൾ ഈ കോഴീനെ വളർത്തുന്നോണ്ട് എത്ര കാലായി? നമ്മളൊരു വർഷമായി. തുടക്കത്തില് എത്ര കോഴീനെ വാങ്ങിയത്? എവിടെന്നാ വാങ്ങിയത്? നമ്മളൊരു 10-30 മേടിച്ചത്. നമ്മളൊരു പനമണ്ണ ഒരു ഫാം ഉണ്ട്, അവിടെ പോയിട്ടാണ് നാടൻ കോഴീനെ മേടിച്ചത്. എത്ര രൂപയായിട്ട് വാങ്ങിയത്? നമ്മളന്ന് ഒരു പെടയ്ക്ക് 550 രൂപയും ഒരു ചേവലിന് 650 രൂപയായിട്ടാണ് മേടിച്ചത്. എത്ര എണ്ണം വാങ്ങിണ്ടാവും? നമ്മളന്ന് 30 മേടിച്ചു. 30 തുടങ്ങിയതാണ്. അതെ. ഇപ്പൊ എത്ര കോഴിയുണ്ട് നമ്മുടെ? ഇപ്പൊ നമ്മുടെ ഏകദേശം ഒരു 310 ഉണ്ടാവും. ചേവലും പെടയും ഉൾപ്പെടെയാണോ? ചേവലും പെടയും ഉൾപ്പെടെ. എത്ര ചേവലുണ്ടാവും? ചേവല് കുറവാണ്, ഒരു 10 ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവൻ പെടയാണ്. 300 പെടയാണ്. അതെ. ഈ 300 നാടൻ കോഴികളാണ് ഉള്ളത്. അപ്പൊ ഈ 300 നാടൻ കോഴികളിൽ നിന്നും ഒരു ദിവസം എത്ര മുട്ട നമുക്ക് ലഭിക്കും? ഒരു 50-60 മുട്ടയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. ആവറേജ്. അത് കൂടാൻ കുറയാം അല്ലെ? അതെ, കൂടുകയും ചെയ്യും കുറയും ചെയ്യും. കുറെ എണ്ണം മുട്ട കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മുട്ട കിട്ടുന്ന കോഴികളല്ല. ഒരു 10-22 ഇട്ട് കഴിഞ്ഞാൽ വിറ്റ അവിടെ ഇരുന്ന് പൊരിഞ്ഞ് മറ്റേ വിരിച്ചിറങ്ങണ രീതിയിലാണ്. അതെ. ഈ കോഴി കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നമേ മുട്ട വിപണനത്തിന് ഉള്ള സാഹചര്യമില്ലായ്മയും, എന്നാൽ വിപണനം ഉണ്ടെങ്കിൽ അതിന് വില കിട്ടായ്മയൊക്കെയാണ്. നമ്മൾ ഇവിടെ ഇപ്പൊ ഡെയിലി 50 മുട്ടയോളം കിട്ടുന്നുണ്ട് പറയണു. എങ്ങനെയാണ് മുട്ടയുടെ വിപണനം? നമുക്ക് ഇവിടെ ആളുകൾ വരും. പിന്നെ നമുക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒറ്റപ്പാലത്ത് കൊണ്ടുപോയി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 11 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഹോൾസെയിലില് കടകളിൽ കൊടുത്തു കഴിഞ്ഞാൽ. നമ്മുടെ റീറ്റെയിലിൽ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ ഫാമിൽ വന്ന് ഇവിടെ 12 രൂപയ്ക്ക് കൊടുക്കും. 12 രൂപയായിട്ട് കൊടുക്കുന്നുണ്ട്. അതെ. ഇപ്പോ നാടൻ കോഴിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുട്ടയോടൊപ്പം തന്നെ പ്രാധാന്യം അതിന്റെ ഇറച്ചിക്കും ഉണ്ട്. സാധാരണ മറ്റ് ബ്രോയിലർ കോഴിയെ അപേക്ഷിച്ച് ഔഷധ ഗുണം കൂടുതലും ഗുണമേന്മ കൂടുതലൊക്കെ ഉള്ള ഇറച്ചിയാണല്ലോ നാടൻ കോഴിയുടെ. അപ്പോ ഇറച്ചി എന്ന നിലയിലേക്ക് പോകാൻ വേണ്ടി കോഴികളെ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപയായിട്ട് കൊടുക്കണേ? നമ്മളൊരു പെടക്കോഴിക്ക് ഒരു കിലോയ്ക്ക് 400 രൂപയും മറ്റേതിന് ചേവലാണെങ്കിൽ 480 രൂപയായിട്ടാണ്. അത് കിലോ കണക്കല്ലേ? കിലോ കണക്ക്. നമ്മൾ ഇവിടെ നിന്ന് തൂക്കിയിട്ട് അതിന്റെ കിലോ അനുസരിച്ച് കൊടുക്കും അല്ലെ? ഇപ്പൊ നമ്മുടെ നിലവില് കൊടുക്കാനായിട്ടുള്ള കോഴികളുണ്ടോ? കൊടുക്കാനായിട്ട് നമുക്കൊരു 60 എണ്ണം കൊടുക്കാനുള്ള കോഴികളുണ്ട്. ഇപ്പോ മുട്ട വിപണനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മുട്ട വിപണനം എങ്ങനെയാണ്? നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നതിനപ്പുറത്ത് ഈ പറയുന്ന ഹോം ഡെലിവറി, ഒരു 100 മുട്ടയൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ഡെലിവറി ആയിട്ട് കൊടുക്കുമോ? നമ്മളൊരു 5 കിലോമീറ്റർ ഒക്കെ വിളിച്ച് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. ചുറ്റളവിലുള്ളതിന് കൊടുക്കൂല? ഇപ്പൊ കോഴികൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രധാന തീറ്റകൾ എന്തൊക്കെയാണ്? റെഡിമെയ്ഡ് തീറ്റകൾ എന്തെങ്കിലും കൊടുക്കണ്ടോ? നമ്മള് ഈ പശുക്കൾക്ക് കൊണ്ടുവരുന്ന ചോളത്തവിട് അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ്. അതിലെല്ലാം ഒരുപാട് വേസ്റ്റേജ് സാധനം വരും. അതായത് പശു തിന്നതിന് ബാലൻസ് ഉള്ള വേസ്റ്റുകളിൽ നിന്ന് കോഴിക്ക് തിന്നാനുള്ള കുറെ ഉണ്ടാവും.
അപ്പൊ അതിൽ നിന്ന് തന്നെ പ്രധാന തീറ്റ കോഴി കണ്ടെത്തിക്കോളും. കോഴിക്ക് മാത്രമായി കോഴിത്തീറ്റ എന്ന നിലയിൽ ഇറക്കി നമ്മൾ അങ്ങനെ കൊടുക്കണ്ടോ? അങ്ങനെ കൊടുക്കുന്നില്ല. റെഡിമെയ്ഡ് തീറ്റകൾ ഉണ്ടല്ലോ, കോഴിത്തീറ്റ എന്ന നിലയിൽ അങ്ങനെയൊന്നും കൊടുക്കണില്ല. ഈ നാടൻ കോഴിയും ഇപ്പോ പുതിയൊരു ഇനുള്ളത് BV380 ആണല്ലോ. അപ്പൊ നാടൻ കോഴിയെ അപേക്ഷിച്ച് BV380ക്ക് നമുക്ക് ഒരു മുട്ടയുടെ ഗ്യാരണ്ടി പറയാൻ കഴിയും. കാരണം ഒരു വർഷം 300 to 325 മുട്ട ഉറപ്പാണ്. ചിലപ്പോൾ 340 ആവാം. നാടൻ കോഴിക്ക് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. നാടൻ കോഴിക്ക് മുട്ട ഇട്ടാൽ ആയി എന്നല്ലേ പറയാൻ കഴിയും. 10-22 മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറെ ഗ്യാപ്പ് വരും. പിന്നെയാണ് അടുത്ത ഒരു സെക്ഷൻ ആവുള്ളൂ. ഓക്കെ, ഇത് ഇങ്ങനെ അടിയിരിക്കുമല്ലോ. അടിയിരിക്കില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നാടൻ ഭാഷയിൽ പറയും കോഴി ചീറിയിരിക്കുക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പിന്നെ മുട്ടയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പൊ ആ ഒരു ഗ്യാപ്പാണ് പ്രധാനമായിട്ടും വരിക. പക്ഷെ അവര് അടുത്ത സ്റ്റെപ്പ് വിരിച്ചിറങ്ങി അത് ഇതായി വരും പെട്ടെന്ന്. കോഴിമുട്ട അടിയിരുത്തി വിരിച്ചിറക്കുന്ന പരിപാടി ഉണ്ടോ? അത് അതിന്റെ ഉള്ളിലുണ്ട്. അത് വേറെ ഉണ്ട്. ഒപ്പം തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് പുതിയ കോഴികളിലേക്ക്. അപ്പൊ നമ്മളിത് 30 വാങ്ങിയിട്ട് 310 അങ്ങനെയാണ് എത്തിയത്. അല്ല, അങ്ങനല്ല, നമ്മള് അതിന്റെ ഇടയിൽ വീണ്ടും കുറച്ചും കൂടി കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, എണ്ണം കൂട്ടി. അപ്പൊ ഇവിടെ പ്രൊഡക്ഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ ഇവിടെ കോഴിക്കുട്ടികൾ ഉണ്ടായിട്ട് അല്ല, അത് കുറവാണ്, വളരെ കുറവായിട്ട്. കാരണം മുട്ടയാണ് നമ്മൾ പ്രധാന കേന്ദ്രീകരിക്കണേ. മുട്ട കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കും. മുട്ട കൊടുക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ആദ്യം കുറച്ച് മറ്റേ ഇത് എങ്ങനെയുണ്ട് നമുക്ക് പരിപാടി എന്നുള്ളത് അറിയില്ലല്ലോ. സ്റ്റാർട്ടിങ് ആയത് കാരണം ഇപ്പൊ നമ്മള് വീട്ടിലല്ല ഈ സംഭവം ചെയ്യണത്. അപ്പൊ ആദ്യം 10-30 മേടിച്ചു. അപ്പൊ സാധനം ഇവിടെ ഫാമിലായതുകൊണ്ട് അല്ലേ? ഇപ്പൊ ഒരു കുറച്ച് കൂടുതലായി. ഇപ്പൊ കുറഞ്ഞെണ്ണം വിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ കുട്ടികളുണ്ട്. അതിന് നമ്മള് വീട്ടിൽ കൊണ്ടാക്കിയിരിക്കണ്. ഇപ്പൊ വിരിഞ്ഞിറങ്ങാനുള്ളത് കുറച്ച് ഇവിടെ ഉണ്ട്, ഈ റൂമിലുണ്ട്, അപ്പുറത്തെ റൂമിൽ ഉണ്ട് അല്ലേ? ശരി. ഓക്കെ, നമ്മുടെ അഭിപ്രായത്തിലേ ഈ നാടൻ കോഴി വളർത്തല് ലാഭകരമാണോ? ലാഭകരണം പറഞ്ഞാൽ ഇതിന് നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാലാണ് നഷ്ടം വരുള്ളൂ. നമ്മൾ തീറ്റ ഒന്നും കൊടുക്കാത്ത കാരണം കൊണ്ട് നമുക്ക് കിട്ടുന്നത് ലാഭം തന്നെയാണല്ലോ. അതായത് തീറ്റ ചെലവ് 0 ആക്കണം. അതെ. എന്നിട്ട് ലഭിക്കുന്ന മുട്ടയും ഇറച്ചിയും അങ്ങനെയാണെങ്കിൽ ലാഭകരമാണ്. അങ്ങനെയാണെങ്കിലാണ്. റെഡിമെയ്ഡ് തീറ്റയ്ക്ക് ഇറക്കി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിനായിട്ട് നമ്മൾ മെനക്കെട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. കാരണം ഇത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്തായാലും വന്നു പോണ ഒരാളാണ്. അതെ. അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ എല്ലാരും ഉള്ള സമയം ഇവിടെ ഉണ്ട്, ആൾക്കാരെല്ലാരും ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ഫീൽഡ് മാത്രല്ല, പശു ഉണ്ട്, കോഴിയുണ്ട്, പച്ചക്കറി ഉണ്ട്, എല്ലാം കൂടി ആവുമ്പോ ആ കൂട്ടത്തിൽ പോയിക്കോളും. അതെ. സുഭാഷേട്ടന്റെ ഫാമിലെ കോഴി വളർത്തൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അപ്പോ കോഴിയെയും അതുപോലെ തന്നെ നാടൻ കോഴിയെയും അതുപോലെ തന്നെ നാടൻ കോഴിയുടെ മുട്ടയും ഒക്കെ ആവശ്യമുള്ളവര് സുഭാഷേട്ടനെ ബന്ധപ്പെടുക. സുഭാഷേട്ടന്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിലും ഒപ്പം തന്നെ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഫാമി മലയാളം നിങ്ങളിലേക്ക് എത്തും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.